നിലമ്പൂർ ആയിഷയുടെയും ഗോപിനാഥ് മുതുകാടിന്റെയും ആര്യാടൻ മുഹമ്മദിന്റെയും എം സ്വരാജിന്റെയും നാടായ നിലമ്പൂർ ഇപ്പൊ ചർച്ചയിൽ നിറയുന്നത് PV അൻവറിന്റെ പേരിലാണല്ലേ. എങ്ങനെ ഈ പേര് വന്നതെന്നറിയോ? നിലിംബപുരം എന്ന പേര് ലോപിച്ചാണ് നിലമ്പൂർ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിൽ ധാരാളം സ്വർണാംശമുണ്ടായിരുന്നത്രേ. അതുകൊണ്ട് തന്നെ ഇവിടെ നിലം പൊന്നൂർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയെന്നും അത് നിലമ്പൂരായി ലോപിച്ചു എന്നാണ് മറ്റൊരു കഥ. ധാരാളം മുളകളുള്ളതിനാൽ മുളയുടെ സംസ്കൃത വാക്കായ നിലമ്പത്തിന്റെ പേരും ചേർത്ത് നിലിംബപുരമായി അറിയപ്പെടുന്നു എന്നത് മറ്റൊരു കഥ. പുരാണങ്ങളിൽ നല്ല ഗ്രാമം എന്ന അർത്ഥമുള്ള നലമ്പ ഊര് എന്ന വാക്കിൽ നിന്നാവണം നിലമ്പൂർ എന്ന വാക്കുണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. നിലമ്പർ എന്നാൽ ദേവന്മാർ എന്ന അർത്ഥമുണ്ടത്രേ. ഇതിഹാസ കാലവുമായി ബന്ധിപ്പിച്ച ഈ ദേശത്തിന് വിരാട് പുരി എന്നായിരുന്നു പേര് എന്നൊരു വാദവുമുണ്ട്. അജ്ഞാതവാസ കാലത്ത് ആദിവാസികളെ ഭയപ്പെടുത്തുന്നതിനായി അർജുനൻ തൊടുത്തുവിട്ട അമ്പ് പതിച്ച സ്ഥലം അഥവാ അമ്പ് പതിച്ച ഊർ പിന്നീട് നിലമ്പൂരായി എന്ന കഥയും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ നിലമ്പൂരിന്റെ ഉയർച്ചയ്ക്കൊക്കെ തന്നെ കാരണം കനോലിയാണ്. മൂപ്പരുടെ ദീർഘവീക്ഷണത്തിലുണ്ടായ തേക്കിൻ പ്ലോട്ടാണ് ലോകത്തിന്റെ ശ്രദ്ധയിൽ നിലമ്പൂരിനെ കൊണ്ടുവരാൻ ഇടയാക്കിയത്. അപ്പം ശരി, പിന്നെ പകലാം.